സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീ ശിവമഹാപുരാണം മൂന്നാമത്തെ സംഹിത ശതരുദ്ര സംഹിതയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്. അതിൽ തുടർന്ന് പറയുന്ന കഥകൾ അടുത്ത ഒരു പ്രധാന ശിവാവതാരമാണ് പിപ്പലാദ അവതാരം. ദധീജി മഹർഷിയുടെയും പത്നിയായിട്ടുള്ള സുവർച്ചയുടെയും പുത്രനായിട്ടാണ് ഈ ശിവാവതാരം, ഈ പിപ്പലാദൻ എന്ന ഋഷികുമാരനായിട്ട് അവതരിക്കുന്നത് ശ്രീ പരമേശ്വരൻ. ഈ ദധീജിയുടെ ചരിത്രം ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പ്രസിദ്ധമാണ്. ദേവന്മാർ വൃത്രാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപായം എന്ന് ആലോചിക്കുകയും അതിന് ഉപായം നാരായണ കവചം സിദ്ധി വരുത്തിയിട്ടുള്ള ഒരു മഹാത്മാവിന്റെ ശരീരത്തിലെ അസ്ഥികളെ കൊണ്ട് നിർമ്മിച്ച ഒരായുധം കൊണ്ട് മാത്രമേ ഈ അസുരനെ നിഗ്രഹിക്കാൻ പറ്റൂ. അങ്ങനെയാണ് എല്ലാവരും ചേർന്ന് ദധീജിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ ദധീജിക്ക് മനസ്സിലാവുകയാണ് എന്തിനാണ് ദേവന്മാർ വരുന്നത്, അവരെന്താണ് തന്നോട് ആവശ്യപ്പെടാൻ പോകുന്നത്. അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുന്ന അദ്ദേഹം താൻ ശരീരം ഉപേക്ഷിക്കുന്നത് തൻ്റെ പത്നിക്ക് അത് സങ്കടമാവും എന്നതുകൊണ്ട് ആ സുവർച്ചയെ ഋഷി പത്നിയെ ദൂരദിക്കിലേക്ക് പറഞ്ഞയച്ചു. ദേവന്മാര് വന്നു മഹർഷിയോട് ഈ ആവശ്യം അവർ ഉന്നയിച്ചു. ഈ അസുരനെ നിഗ്രഹിക്കണമെങ്കിൽ അങ്ങയുടെ സഹായം കൂടിയേ തീരൂ. അപ്പൊ ഈ മഹർഷിയുടെ അസ്ഥികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കണം. അപ്പൊ അതിന് അദ്ദേഹം തയ്യാറാവുകയാണ്. തന്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനാവുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ വീണുപോകുന്ന ഈ ശരീരം, നമ്മളുടെ ഈ ശരീരം കൊണ്ട്, മനുഷ്യജന്മം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളുടെ ജീവിതം സഫലമായി എന്ന് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് പരോപകാരാർത്ഥം ഇതം ശരീരം. മനുഷ്യജന്മം കിട്ടിയാലും നാം ജീവിക്കുന്ന അത്രയും കാലം നമുക്ക് കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായത്തെ ചെയ്യണം, ഉപകാരത്തെ ചെയ്യണം. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതായ ഈ മഹർഷി പറഞ്ഞു ദേവന്മാരോട്, എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അദ്ദേഹം സമാധിയിൽ അങ്ങനെ തൻ്റെ ആ ശരീരത്തിലെ പ്രാണങ്ങളെ തൻ്റെ യോഗശക്തി കൊണ്ട് കൂട്ടിച്ചേർത്തിട്ടാണ് കുറേ സമയം അങ്ങനെ സമാധിയിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ശരീരം അവിടെ വീഴുകയാണ്. എങ്ങനെയാണോ ഒരു പക്ഷി അതിൻ്റെ കൂട് വിട്ട് പറന്നു പോകുന്നത്, അതേപോലെ ആ ജീവൻ മുക്തിയെ പ്രാപിച്ചു, ഭഗവത് പദത്തെ പ്രാപിച്ചു. ആ ശരീരം അവിടെ വീണു. ദേവന്മാര് വേഗം ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിനെ കൊണ്ട് അതിലെ അസ്ഥികളൊക്കെ ശേഖരിച്ചു. അവര് അതുകൊണ്ട് പോവുകയും ചെയ്തു.
ഈ ഋഷിപത്നിയായിട്ടുള്ള സുവർച്ച മടങ്ങി വരുമ്പോഴാണ് തൻ്റെ ഭർത്താവിൻ്റെ ശരീരം വികൃതമാക്കിയിട്ടിരിക്കുന്നു. വലിയ സങ്കടം തോന്നി. എന്നാലും ഇനി തനിക്കും ഇവിടെ ജീവിക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടാണ് ആ സുവർച്ച വേഗം തന്നെ ഒരു ചിതയൊരുക്കി ഭർത്താവിന്റെ ശരീരഭാഗങ്ങളെയൊക്കെ എടുത്ത് ചിതയിൽ വെച്ചു. അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു അശരീരി കേട്ടു എന്നാണ്. സാഹസം ന ഗുരു പ്രാജ്ഞേ ശൃണുമേ പരമം വച മുനിതേജസ്വതുദരേ തത് ഉൽപാദയ എന്നതാണ്. അല്ലയോ ഋഷിപത്നി, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉദരത്തിൽ, നിങ്ങളുടെ ഗർഭത്തിൽ ഒരു ശിശു വളരുന്നു. അതുകൊണ്ട് സാഹസമൊന്നും പ്രവർത്തിക്കരുത്, അഗ്നിപ്രവേശം ചെയ്യരുത് എന്ന ഒരു അശരീരി കേട്ടു. പക്ഷെ അവര് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. താൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി തന്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന രീതിയിൽ എന്തായാലും ഈ ഗർഭസ്ഥ ശിശുവിനെ ഹനിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? സുവർച്ച വേഗം ആ കുട്ടിയെ ഉദരം പിളർന്നിട്ട് പുറത്തെടുത്തു എന്നാണ്. ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു. ഒരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കിടത്തി. എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലെങ്കിൽ ആ ശിശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹേ താത രമേശാന ചിരം തിഷ്ഠായ സന്നിധൗ അശ്വത്ഥസ്യ മഹാഭാഗ സർവേഷാം സുഖദോ ഭവേ. നിനക്കെല്ലാ ക്ഷേമവും ഉണ്ടാവട്ടെ. ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞു പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പക്ഷെ ഇത് നിന്റെ നിയോഗമാണ്. അപൂർവമായിട്ടും നമുക്കും ചെറുക്കെങ്കിലും അനുഭവം ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു വീഴുന്നതോടുകൂടി അമ്മ മരിക്കുക. ഒരുപക്ഷെ ആ കുട്ടിയുടെ ജനനത്തിന് മുൻപേ അച്ഛനും മരിക്കുക. അപ്പൊ ഒരു ഭൂമിയിലേക്ക് ഒരുവൻ ജനിച്ചു വീഴുമ്പോഴേക്കും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അത് തന്നെയാണ് ഇവിടെ ഈ കുട്ടിക്കും സംഭവിച്ചത്. അച്ഛൻ ശരീരം ആദ്യം ഉപേക്ഷിച്ചു, ഇപ്പൊ ആ അമ്മയും ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു. അപ്പൊ അത് നിന്റെ വിധിയാണ്, നിന്റെ നിയോഗമാണ്. വനദേവതകൾ നിന്നെ രക്ഷിക്കട്ടെ, ആ ദേവന്മാർ നിന്നെ രക്ഷിക്കട്ടെ, നിനക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സുവർച്ച, ആ ഋഷിപത്നി അഗ്നിപ്രവേശം ചെയ്തു. പിന്നീട് ആ കുട്ടി എങ്ങനെയാണ് വളർന്നത് എന്ന്, ആരുമില്ല, വനത്തിലാണ്. അതിന് ഭക്ഷണം കൊടുക്കാനോ അതിനെ സംരക്ഷിക്കാനോ ആരുമില്ല. ചെറിയ പക്ഷികളൊക്കെ ഈ ചെറിയ കായ്കനികൾ കൊത്തിക്കൊണ്ടുവന്ന് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടക്കണ കുഞ്ഞിന്റെ ചുണ്ടിൽ ചേർത്ത് വെച്ചു കൊടുക്കുന്നു. ഈ പിപ്പല വൃക്ഷം, ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്നും അതിൽ നിന്ന് വീഴുന്ന കായ്കളൊക്കെ, ചെറിയ ചെറിയ കായ്കൾ വീഴുമ്പോൾ അത് ഭക്ഷിച്ചിട്ടുമൊക്കെയാണ് ജീവൻ നിലനിർത്തിയത്. കുറച്ചു കഴിഞ്ഞു ആ കുട്ടി വളർന്നു. ആ ഋഷികുമാരനാണ് പിപ്പലാദൻ എന്ന് പ്രസിദ്ധനായിട്ട് തീർന്നത്. ശിവാംശമായിട്ടാണ് പിപ്പലാദ അവതാരം എന്ന് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് ഈ പിപ്പലാദ യോഗീശ്വരൻ തപസ് ചെയ്തു, തപോബലമൊക്കെ നേടി. പിന്നീടാണ് ഒരിക്കൽ ഈ പിപ്പലാദൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛനും അമ്മയും താൻ ജനിച്ചു വീണപ്പോഴേക്കും തന്നെ വിട്ടുപോയത്? അങ്ങനെ ഒരു അനുഭവം തനിക്ക് വരാൻ കാരണം എന്താണ്? നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളുടെ ചില അനുഭവങ്ങൾക്ക് കാരണം ഒന്നുകിൽ പൂർവകർമ്മ പ്രാരബ്ധാണ്, അല്ലെങ്കിൽ ചില ഗ്രഹപ്പിഴകളാണ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഇവിടെയും അദ്ദേഹം പിപ്പലാദൻ അത് കണ്ടെത്തിയെന്നാണ്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലായി. ശനി പീഡയാണ്, ശനി ഗ്രഹത്തിന്റെ പീഡ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യ ആയുസ് താരതമ്യേന 100 വർഷമാണ് എങ്കിൽ ആ 100 വർഷത്തിനിടയ്ക്ക് എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ ആ ഒരു ദശാകാലം അതിനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോവുക. വ്യാഴദശ, ബുധദശ, ശുക്രദശ, ഇതിങ്ങനെ ഒരു ക്രമത്തിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഏറ്റവും ദൈർഘ്യമേറിയ കാലമാണ് ശനിദശ.
ആ ശനീശ്വരൻ, ശനിഗ്രഹത്തിന്റെ ഗതി അത് വളരെ സാവധാനമാണ്, മന്ദഗതിയാണ്. 19 വർഷം വരെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ശനിദശ എന്നുള്ളത് കടന്നു വരിക. വളരെ ദൈർഘ്യമുള്ള കാലമാണ്. അപ്പൊ ഇവിടെ ഈ ശനിദശയുടെ, ശനിഗ്രഹത്തിന്റെ ബാധ കൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചത്. അപ്പൊ അത് ആ ക്ലേശം ഇല്ലാതെയാക്കണം. ലോകത്തിന് ഇന്നു മുതൽ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഈ ശനിബാധ ഉണ്ടാവരുത്. അത് ഒരു പ്രതിജ്ഞ ചെയ്തു എന്നാണ്. തന്റെ തപോബലം കൊണ്ട് ഒരു നിശ്ചയം ചെയ്തു. ഷോഡശാബ്ദാവധി നൃണാം ജന്മതോ ന ഭവേച്ഛസ തഥാച ശിവഭക്താനാം സത്യമേതധ്യമേവച. ശനിയെ ഒരു തരത്തിൽ ശനിയോടുള്ള ഒരു ശാസനയാണ്, ശനീശ്വരനോട്. 16 വയസ്സ് വരെ ശനിബാധ ഉണ്ടാവരുത് എന്നാണ്. അതിനുശേഷമേ ശനിദശ വന്നാലും അത് ബാധിക്കപ്പെടൂ. അല്ല എങ്കിൽ അതിനു മുൻപ് കുട്ടിക്കാലത്താണ് ഈ ശനിദശാകാലം കടന്നു വരണത് എങ്കിൽ അതിന്റെ ദോഷം ബാധിക്കില്ല കുട്ടികൾക്ക്. ഇനി ആരാണോ ശിവഭജനം ചെയ്യുന്നത് അവരെയും ശനിദോഷം ബാധിക്കരുത്. എന്റെ ഈ ആജ്ഞയെ മാനിച്ചില്ല എങ്കിൽ ശനിക്ക് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ശനിയെ ശനീശ്വരനോടായിട്ടുള്ള ഒരു താക്കീത് പോലെ, ഒരു ആജ്ഞ പോലെയാണ് ഈ പിപ്പലാദ മഹർഷി അത് പുറപ്പെടുവിച്ചത്. പിന്നെ മറ്റൊന്ന് കൂടി ഇതിന്റെ ഫലശ്രുതിയായിട്ട് ഇവിടെ പറഞ്ഞു. ഈ പിപ്പലാദ ചരിത്രം കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗാധിശ്ച കൗശികശൈവ വിപ്പലാദോ മഹാമുനി ശനൈശ്വര കൃതാംബീഡ നാശയന്തി സ്മൃതാസ്ത്രയ. പിപ്പലാദൻ, ഗാധി, കൗശികൻ ഈ ഋഷി പരമ്പരകളെ അനുസ്മരിക്കുകയും ശിവപുരാണത്തിലെ ഈ പിപ്പലാദ ചരിത്രം കേൾക്കുകയും ചെയ്താൽ ശനിഗ്രഹത്തിന്റെ വിഷമം, പീഡ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയും എന്ന് ഫലശ്രുതിയും ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ആ പിപ്പലാദ അവതാര ചിത്രത്തെ ഇവിടെ സമർപ്പിച്ചത്. അതിനുശേഷം വൈശ്യനാഥനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. ഇവിടെ ഒരു പുംശലിയായിരുന്ന സ്ത്രീയുടെ കഥ പറയുകയാണ്. മഹാനന്ദ എന്ന ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. നന്ദിഗ്രാമം, ആ നന്ദിഗ്രാമത്തിലെ ഒരു പുംശലിയായിരുന്നു, ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു ഈ മഹാനന്ദ. തന്റെ പ്രവൃത്തി അതാണെങ്കിലും തനിക്ക് ജീവിക്കാൻ വേണ്ടി ധനം സമ്പാദിക്കുന്നത് ഈ മഹാനന്ദ വേശ്യാവൃത്തിയിൽ കൂടിയിട്ടാണ് എങ്കിലും അവർ വലിയൊരു ശിവഭക്തയായിരുന്നു എന്ന് പറയുകയാണ്. എന്നും ശിവപൂജ ചെയ്യും. തൻ്റെ ആ നൃത്തമണ്ഡപം, തൻ്റെ അടുത്ത് വരുന്ന പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്യുന്ന നൃത്തമണ്ഡപമുണ്ട്. അവിടെ തന്നെ അതിൻ്റെ മധ്യഭാഗത്തൊരു ശിവലിംഗമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെന്നും പൂജ ചെയ്യും. അങ്ങനെ വലിയൊരു ശിവഭക്ത കൂടിയായിരുന്നു ഈ മഹാനന്ദ. അപ്പോൾ വലിയ ശിവഭക്തയായിട്ട് ഇരിക്കുക, ഒപ്പം തന്നെ വേശ്യാവൃത്തി ചെയ്യുക. ഒരിക്കൽ ഭഗവാൻ തന്നെ ഈ മഹാനന്ദയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈശ്യപ്രമാണിയായിട്ട് വന്നതാണ്. ഒരു കച്ചവടക്കാരനായിട്ട് വരികയാണ്. വലിയ ധനികനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ മഹാനന്ദയുടെ ഗൃഹത്തിലെത്തി. വേഗം അവൾ സ്വീകരിച്ചു, ഉപചാരങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഈ കച്ചവടക്കാരനെ കണ്ടാൽ തന്നെ അയാളുടെ എത്രത്തോളം സമ്പന്നനാണെന്ന് അറിയാം. കഴുത്തിൽ വലിയ മാല, കയ്യിൽ ആഭരണങ്ങൾ, മോതിരം, എല്ലാ വിരലിലും മോതിരം. നമ്മളൊക്കെ സാധാരണ ഒരു വിരലിൽ അല്ലെങ്കിൽ 2 വിരലിലും മോതിരം. ചിലരങ്ങനെയല്ല, 10 വിരലിലും മോതിരം ഇടും. അതിടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ളവരെ കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ തൊഴുതാൽ കാണില്ല, അതുകൊണ്ട് ഇങ്ങനെ തൊഴുകുന്നാണ്, എന്നാലല്ലേ കാണുള്ളൂ. 10 വിരലിലും മോതിരം ഉണ്ടെന്ന് കാണണ്ടേ? ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. മാല പുറത്തേ ഇടുള്ളൂ, കാരണം ഈ ധരിച്ചിരിക്കണ വസ്ത്രത്തിന്റെ ഉള്ളിലിട്ടാൽ 4 പേര് കാണില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുറത്തിടും. ഇങ്ങനെയൊക്കെ ചെയ്യും. ആഭരണങ്ങൾ ധാരാളം ധരിച്ചിട്ടുണ്ട് അദ്ദേഹം. കയ്യിലൊരു രത്നം കൊണ്ട്, രത്നഖചിതമായ ഒരു കുട്ടിയാണ്, ഒരു വള ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പൊ മഹാനന്ദ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ ആഭരണം വളരെയധികം വിലപിടിപ്പുള്ളതാണല്ലോ,
അപ്പൊ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഇത് വളരെയധികം അമൂല്യമാണ്, ഇത് നിനക്ക് വേണമെങ്കിൽ ഇതിന്റെ ധനം, ഇതിന്റെ പണം ഇത് നിനക്ക് തരാൻ കഴിയില്ല, നിന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്ത് കൂട്ടിയാലും നിനക്ക് സാധ്യമാവില്ല ഇത് വാങ്ങാൻ. അപ്പൊ അവര് പറഞ്ഞു, ആ മഹാനന്ദ പറഞ്ഞു, ഞാൻ ഒരു പുംശലിയാണ്, എൻ്റെ ജോലി, എൻ്റെ കർമ്മം, ഞാൻ വേശ്യാവൃത്തി ചെയ്യുന്നവളാണ്, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഒന്നും പണം കൊടുത്ത് വാങ്ങാറില്ല. ഞാൻ അങ്ങേക്ക് ഒരു വാക്ക് തരാം, 3 ദിവസം അങ്ങയുടെ മാത്രം ഭാര്യയായിരിക്കാം, വേറെ ആരെയും ഞാൻ ഈ 3 ദിവസം സ്വീകരിക്കില്ല, 3 ദിവസം അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കാം, സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോ ആ ധനികൻ, ആ കച്ചവടക്കാരൻ പറഞ്ഞു, ശരി. അങ്ങനെ വാക്ക് കൊടുത്തു, ഇന്നു മുതൽ 3 ദിവസം ഞാൻ അങ്ങയുടെ മാത്രമായിരിക്കും, അങ്ങയുടെ ഭാര്യയായിട്ട് ജീവിക്കാം. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസമായി. അന്ന് രാത്രിയില് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഈ കച്ചവടക്കാരൻ വന്ന സമയത്ത്, അദ്ദേഹം യാത്ര ചെയ്ത് ദൂരെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ മഹാനന്ദയോടൊരു കാര്യം പറഞ്ഞു, ഞാൻ യാത്രക്കിടയിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ പ്രാണനെ പോലെ ഞാൻ സൂക്ഷിക്കുന്ന, ഞാൻ പൂജിക്കുന്ന ഒരു ശിവലിംഗം, ഒരു വിഗ്രഹമുണ്ട്, അത് നീ സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ആ വിഗ്രഹവും ആ നൃത്തമണ്ഡപത്തില് തൻ്റെ ആ പൂജ ചെയ്യുന്ന വിഗ്രഹത്തിന്റെ സമീപത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നല്ല സ്ഫടിക നിർമ്മിതമായ രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ഒരു അതിദിവ്യമായിട്ടുള്ള ശിവലിംഗമാണ്. അപ്പൊ 3-ാം ദിവസം രാത്രിയിലാണ് പെട്ടെന്ന് ഈ നൃത്തമണ്ഡപത്തിന് തീ പിടിച്ചു, അഗ്നിബാധയുണ്ടായി, മുഴുവനും കത്തി നശിച്ചു എന്നാണ്. ആ തീയിന്റെ ഉള്ളിൽപ്പെട്ട് ആ ശിവലിംഗമൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. ഈ വലിയ ശബ്ദമൊക്കെ കേട്ട് ഇവർ ഉണർന്നു വരുമ്പോഴേക്കും ആ നൃത്തമണ്ഡപം മുഴുവനും തീ പിടിച്ചു കഴിഞ്ഞു, കത്തി അമർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കച്ചവടക്കാരന്, ഈ ധനികന് വലിയ സങ്കടമായി. ഞാൻ ഇത്രയും കാലം പൂജിച്ചിരുന്ന ആ വിഗ്രഹം അഗ്നിബാധയേറ്റ് നശിച്ചു പോയല്ലോ, ഞാനിനി ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ മഹാനന്ദയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹത്തിനെ രക്ഷിക്കാൻ തനിക്കായില്ല, അദ്ദേഹം തന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ വിഗ്രഹം തനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, അഗ്നിബാധയിൽ ഇത് മുഴുവൻ നശിച്ചുവല്ലോ. അങ്ങനെ ആയപ്പോഴാണ് ഈ മഹാനന്ദ ആലോചിച്ചത്, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തതാണല്ലോ 3 ദിവസം അങ്ങയുടെ ഭാര്യയായിരിക്കാം, ഇന്ന് 3-ാമത്തെ ദിവസമാണ്, അത് പൂർത്തിയായിട്ടില്ല. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും അദ്ദേഹത്തെ അനുഗമിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ധനികൻ, ആ കച്ചവടക്കാരൻ അഗ്നിപ്രവേശം ചെയ്ത ആ ചിതയിലേക്ക് തന്നെ, ആ അഗ്നിയിലേക്ക് തന്നെ ഈ മഹാനന്ദയും അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങി, തന്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ അവിടെ അവതരിച്ചു. മഹാനന്ദയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, നിന്റെ ഭക്തി എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നറിയാൻ വേണ്ടി വന്നതാണ്. അത്തരത്തിൽ ആ മഹാനന്ദ എന്നുള്ള ഒരു പുംശലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു വൈശ്യനാഥനായിട്ട് അവതരിച്ചു. അതാണ് വൈശ്യനാഥാഹ്വയ ശിവാവതാരം എന്നിവിടെ അടുത്ത ആ ഒരു കഥയിൽ നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊന്ന്, ഭദ്രായുസ് എന്ന രാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ച ഒരു അവതാരത്തെ കുറിച്ച് പറയുകയാണ്. ഈ രാജാവ് വലിയൊരു ഭക്തനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെയും ഭഗവാൻ പരീക്ഷിക്കുകയാണ്. ഭക്തന്മാരെ പലപ്പോഴും പല രീതിയിലും പരീക്ഷിക്കും. അത്തരത്തിൽ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ രാജാവ് ഭദ്രായുസ് ഒരിക്കൽ നായാട്ടിനായിട്ട് വനത്തിൽ പോവുകയും, അപ്പൊ വനത്തിൽ എത്തിച്ചേർന്നു. നായാട്ടിൽ ഏർപ്പെടുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാർവതീ പരമേശ്വരന്മാർ
ഒരു വൃദ്ധ ദമ്പതിമാരുടെ രൂപത്തിൽ നിന്നാണ്. വളരെയധികം പ്രായമായ ഒരു ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ ഈ രാജാവിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഈ വൃദ്ധൻ ഓടി വരികയാണ് രാജാവിനെ കണ്ട്. രാജാവെ, എന്റെ ഭാര്യയെ രക്ഷിക്കണം, ഒരു സിംഹം പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരണത്. വേഗം രാജാവ് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയെ ആ മൃഗം സിംഹം പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്. രാജാവ് ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിച്ചു നോക്കി, പക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആ സ്ത്രീയുടെ കഥ കഴിഞ്ഞു, അവര് മരിച്ചു. ആ വൃദ്ധന് വലിയ സങ്കടമായി, അല്ലാതെ തന്നെ വിഷമിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. രാജാവ് പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങേക്ക് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്, രാജാവേ, അങ്ങയുടെ കയ്യിൽ ആയുധമുണ്ടായിട്ടും ഈ ഒരു മൃഗത്തിനെ കൊന്ന് എന്റെ പത്നിയെ രക്ഷിക്കാൻ അങ്ങേക്ക് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജാവ് പല തരത്തിലും അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഈ വൃദ്ധൻ ചോദിക്കുകയാണ്, കിം ആദർശേന ചാന്ധസ്യ കിം ഗൃഹൈർ ഭൈക്ഷ്യജീവിന. കണ്ണിന് കാഴ്ചയില്ലാത്തവന് കണ്ണാടി കൊണ്ട് എന്ത് പ്രയോജനം? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അയാൾ വന്നപ്പോൾ നമ്മൾ മുഖം നോക്കാനൊരു കണ്ണാടി കൊടുക്കുക, ഇത് വെച്ചോളൂ കയ്യില്. എന്തിനായിട്ട്? അയാൾക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല. അക്ഷരാഭ്യാസമില്ലാത്ത ഒരുവന്, എഴുതാനും വായിക്കാൻ അറിയാത്ത ഒരുവന് നമ്മൾ ഒരു ഭഗവത്ഗീത സമ്മാനം കൊടുക്കുക, വെച്ചോളൂ, നല്ലതാണ്. എന്തിന്? അയാളത് കീറി ആ പേപ്പർ കീറി കടല പൊതിയും, അല്ലെ? അല്ലെങ്കിൽ 4 പേപ്പർ വീതം കീറി അടുപ്പത്തുനിന്ന് പാത്രം വാങ്ങാനായിട്ട് ഉപയോഗിക്കും, കൈക്കിലെ ആക്കും. ഭഗവത്ഗീത ആയാലും മംഗളോ മനോരമ ആയാലും അയാൾക്ക് ഒരുപോലെ. കാരണം അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അക്ഷരാഭ്യാസമില്ലാത്തവന് പുസ്തകം കൊണ്ടെന്ത് പ്രയോജനം? അതേപോലെ എനിക്ക് ഇനി വേറെ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും, ധനമോ കൊട്ടാരമോ എന്ത് തന്നിട്ടും കാര്യമില്ല, എന്റെ ഭാര്യയെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹം വിലപിക്കുകയാണ്. അപ്പൊ ഈ രാജാവ് ചോദിച്ചു, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാൻ എന്ത് പ്രായശ്ചിത്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇദ്ദേഹം പറയാണ്, അങ്ങയുടെ ഭാര്യയെ എനിക്ക് തരൂന്നാണ്. നല്ല കാര്യമാണ്, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ രാജാവിനോട് പറയാണ്, അങ്ങയുടെ ഭാര്യ എനിക്ക് തരൂ. കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. അപ്പൊ രാജാവ് ചോദിച്ചു, അത് ശരിയാണോ? ധാർമ്മികമായിട്ട് ഒരു പോരായ്മയുണ്ട്. മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്പർശിക്കാൻ പോലും പാടില്ല, കാമഭാവത്തോടു കൂടി നോക്കാൻ പോലും പാടില്ല. അപ്പൊ മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കുന്നത് അത് തെറ്റല്ലേ, പാപമല്ലേ? അപ്പൊ ഈ വൃദ്ധൻ പറഞ്ഞു, അത് സാരമില്ല, പാപത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം. മധുരം കഴിക്കണ കാണുമ്പോൾ നമ്മൾ ചോദിക്കുക അയാളോട്, ഷുഗർ അല്ലേ? അത് സാരമില്ല, എന്റെ കയ്യിൽ ഗുളികയുണ്ട് എന്ന് പറയണ പോലെയാണ്. പാപം ചെയ്താലും അതിന് പ്രായശ്ചിത്തം ഉണ്ടല്ലോ, ഇന്ന പ്രായശ്ചിത്തം ചെയ്യാനൊക്കെ വിധിയുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഭാര്യയെ എനിക്ക് തരൂ. രാജാവ് ആലോചിച്ചു, തന്റെ ഈ വാക്ക് താൻ പാലിക്കണം. എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം സഹായം എന്ന് പറഞ്ഞു. അപ്പൊ അത് പാലിക്കണ്ടേ? ശരി. ഒടുവിൽ ആ രാജപത്നിയെ രാജാവ് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, കൊടുക്കാൻ തയ്യാറാവുക. കൊടുത്തു കഴിഞ്ഞിട്ട് രാജാവിന് വലിയ മനസ്താപം. അവിടെ വെച്ച് തന്നെ, ആ വൃദ്ധന്റെ മുൻപിൽ വെച്ച് തന്നെ ഈ രാജാവ് അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങിയെന്നാണ്. സദ്യോ വന്യം പ്രവേക്ഷ്യാമി കീർത്തിശ്ച വിദിതാ ഭവേൽ. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് രാജാവ് കണ്ടു, തന്റെ മുന്നിൽ ഇതുവരെ വൃദ്ധനായിട്ട് നിന്നിരുന്ന ആള് ഇപ്പോതാ പാർവതീ പരമേശ്വരന്മാരായിട്ട് അദ്ദേഹം ദർശനം കൊടുത്തു എന്നാണ്. തമീശ്വരം പഞ്ചമുഖം ത്രിനേത്രം പിനാകിനം ചന്ദ്രകലാവതം സംപ്രളംബ പിംഗാംശു ജടാകലാപം മധ്യാഹ്ന സദ്ഭാസ്കര കോടി തേജസം മൃണാളഗൗരം ഗജചർമ്മവാസസം ഗംഗാതരംഗോക്ഷിതമൗലിദേശകം നാഗേന്ദ്രഹാരാവലികണ്ഠഭൂഷണം കിരീടകാഞ്ചം ഗതകങ്കണോജ്വലം.
പാർവതീ പരമേശ്വരന്മാര് അദ്ദേഹത്തിന്റെ മുൻപിൽ ദർശനം കൊടുത്തു. അദ്ദേഹം സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ധർമ്മബോധത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാർവതിയോടുകൂടി വൃദ്ധ ദമ്പതി വേഷത്തിൽ വന്നത് എന്ന് പറഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ചു. ആ രാജ്ഞി, ഈ ഭദ്രായുസിന്റെ രാജ്ഞിയുടെ മാതാപിതാക്കളാണ് ചന്ദ്രാംഗതനും സീമന്തിനിയും എന്നാണ്. അവർക്കും വേണ്ടതായ അനുഗ്രഹങ്ങളെ ഭഗവാൻ കൊടുത്തു. അതാണ് ഇവിടെ ദ്വിജേശ്വരനായിട്ട് അവതരിച്ചു എന്ന് അടുത്തൊരു അധ്യായത്തിൽ പറഞ്ഞ് നിർത്തിയത്. ഭഗവാന്റെ കൃഷ്ണദർശന അവതാരം അത് നഭകപുത്രനായിട്ടുള്ള നാഭാഗന് വേണ്ടിയിട്ട് എടുത്തതാണ്. നാഭാഗന്റെ മറ്റൊരു പേര് കവി എന്നാണ്. കുട്ടിക്കാലത്ത് തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയിട്ട് കവി വളരെ കാലം ഗുരുകുലത്തിൽ വസിച്ചു എന്നാണ്. അപ്പൊ മറ്റു സഹോദരന്മാർ കരുതി ഒരു വിദ്യാഭ്യാസത്തിനൊരു നിശ്ചിത കാലയളവുണ്ട്, അത് കഴിഞ്ഞ് മടങ്ങി വന്നിട്ടില്ല. അപ്പൊ അവർ കരുതി ഇനി ഈ കവി മടങ്ങി വരില്ല. അപ്പൊ ചിലരൊക്കെ നാട് വിട്ടുപോയി. അപ്പൊ എന്താ ചെയ്യുക? കുറെ കാലം കാത്തിരുന്നു. പിന്നെ യാതൊരു വിവരമില്ലെങ്കിൽ അയാളുടെ പേരിലുള്ള ഭൂമി മറ്റു സമ്പത്തൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ ഭാഗിച്ചെടുക്കും. അത് തന്നെ ഇവിടെ ചെയ്തത്. ബാക്കി സഹോദരന്മാര് കവിയുടെ ഭാഗം കൂടിയിട്ട് അവര് എല്ലാവരും കൂടി എടുത്തു. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ കവി മടങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു തന്റെ സഹോദരന്മാരോട്, എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള സ്വത്ത് ഭാഗം എവിടെയാണ്? അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് ഭാഗമൊന്നുമില്ല. അന്ന് മുതലാണ് കവി നാഭാഗൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ വളരെ വിഷമം തോന്നി. തന്റെ അച്ഛന്റെ അടുത്തെത്തി. എന്നിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ആ നഭകൻ പുത്രനെ അനുഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചത്, നീ വിഷമിക്കണ്ട. അപ്പൊ നിന്റെ കയ്യിൽ ഇപ്പൊ സമ്പത്തൊന്നുമില്ല എന്ന് കരുതി നീ നേടിയ ഒരു സമ്പത്തുണ്ട്. ഇത്രയും കാലം ഗുരുകുലത്തിൽ നിന്ന് ആ വിദ്യ അഭ്യസിച്ചുകൊണ്ട് നേടിയ ഏറ്റവും വലിയ സമ്പത്താണ് വിദ്യാധനം. നമ്മളുടെ അറിവിനെ വേറൊരാൾക്ക് അപഹരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ചിലപ്പോൾ പോണ വഴിക്ക് ആരെങ്കിലും ചിലപ്പോൾ അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി എന്ന് വരാം. കഴുത്തിലെ ആഭരണം ചിലപ്പോൾ ആരെങ്കിലും അപഹരിച്ചു എന്ന് വരാം. പക്ഷെ അറിവ്, നമ്മൾ നേടിയ അറിവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതിനെ നേടാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് അതിന് നല്ലതേ വരൂ എന്ന് പറഞ്ഞ അച്ഛൻ അനുഗ്രഹിച്ചു. അത് മാത്രം മതി അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ എന്നാണ്. അവിടുന്ന് അച്ഛന്റെ നിർദ്ദേശമനുസരിച്ച് ഈ നാഭാഗൻ അവിടെ അടുത്ത് നടക്കുന്ന ഒരു യാഗം, ആ യാഗത്തില് ഋത്വിക്കുകൾക്ക് ഉണ്ടാവുന്ന ചില സംശയങ്ങൾ അതൊക്കെ ഇദ്ദേഹം തീർത്തു കൊടുത്തു എന്നും, അപ്പൊ അതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ ഈ മഹർഷിമാർ എന്ത് ചെയ്തു? യാഗമൊക്കെ അവസാനിച്ച സമയത്ത് യാഗശാലയിൽ ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും ബാക്കി വന്ന ദ്രവ്യങ്ങളും ഒക്കെ ഈ നാഭാഗന് സമ്മാനമായി കൊടുത്തിട്ടാണ് പോയത്. തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെ മടക്കി കൊണ്ടുവരാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മഹാദേവൻ അവിടെ ആവിർഭവിക്കുകയാണ്. കൃഷ്ണവർണ്ണത്തോടു കൂടി എന്നാണ്. കറുപ്പ് നിറമാണ്. ആരാണ് എന്ന് ഈ നാഭാഗന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം എനിക്കുള്ളതാണ്, താങ്കൾക്ക് എടുക്കാൻ അവകാശമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആരാണെന്നറിയില്ല. നാഭാഗന്റെ മുന്നിൽ ഒരു കറുത്തിരുണ്ട രൂപം നിൽക്കണു. ഇങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയതൊക്കെ ആളുടെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. എനിക്കിതൊന്നും വേണ്ട. അപ്പോഴാണ് ആ കൃഷ്ണരൂപി പറയാണ് നാഭാഗനോട്, താങ്കളൊരു കാര്യം ചെയ്യൂ, താങ്കൾക്ക് ബോധ്യമാവണം, അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരൂ. അങ്ങനെ ഈ നാഭാഗൻ തന്റെ അച്ഛൻ്റെ അടുത്ത് പോയി യാഗശാലയിൽ ഉണ്ടായ സംഗതികളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഞാനെല്ലാം, എനിക്ക് കിട്ടിയതെല്ലാം, മഹർഷിമാര് തന്നതെല്ലാം എടുത്ത് കൊണ്ടുപോരാൻ തുടങ്ങുമ്പോഴാണ് ഒരു കറുത്തിരുണ്ട രൂപത്തിലൊരാള് വന്നു.
എല്ലാം അദ്ദേഹത്തിനുള്ളതാണ്, അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അച്ഛൻ പറയാണ്, രാജാവ് പറയാണ്, നീ ഭാഗ്യം ചെയ്തവനാണ്. നിന്റെ മുന്നിൽ ഈ കൃഷ്ണ ദർശനം, കൃഷ്ണരൂപിയായി നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് സാക്ഷാത് ശ്രീപരമേശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ രുദ്രന് കൊടുത്തോളൂ, മഹാദേവന് കൊടുത്തോളൂ. വേഗം മടങ്ങി വന്നു നാഭാഗൻ. ഇതെല്ലാം തന്നെ രാജാവ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു, സ്തുതിച്ചു. അങ്ങനെ ആ രാജകുമാരനെ, നാഭാഗനെ അനുഗ്രഹിച്ചു ഭഗവാൻ. ജ്ഞാനോപദേശങ്ങളൊക്കെ കൊടുത്തു, എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഈ സമ്മാനങ്ങൾ, ദ്രവ്യങ്ങളൊക്കെ നാഭാഗന് തന്നെ കൊടുത്തു, അന്തർധാനം ചെയ്തു. അങ്ങനെ നാഭാഗനെ അനുഗ്രഹിക്കാൻ വേണ്ടി, കവിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുത്ത കൃഷ്ണദർശനം, കൃഷ്ണദർശനാവതാരം. അടുത്തത് അവധൂതേശ്വരനായിട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. പിന്നെ മറ്റൊന്നാണ് ഒരു ഭിക്ഷുവര്യനായിട്ട്, ഒരു യോഗിയായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞത്. ഒരു വനത്തിൽ ജീവിച്ചിരുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വേടനും ആ വേടപത്നിയും. അവര് വലിയ ശിവഭക്തന്മാരായിരുന്നു. അപ്പൊ അവരെ അനുഗ്രഹിക്കാൻ, അവരുടെ ആ ശിവഭക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മുന്നിൽ എത്തിയത് എന്നാണ്. ഒരിക്കൽ ഈ വേടൻ നായാട്ടമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് ഈ വനത്തിൽ കൂടിയിട്ട് ഒരു ഭിക്ഷു പോകുന്നു എന്നാണ്. ഒരു യോഗി, വളരെയധികം വാർദ്ധക്യം ബാധിച്ച ഒരു ഭിക്ഷു അങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ വേടൻ പറഞ്ഞു, ഈ രാത്രി സമയം, അല്ലെങ്കിൽ ഈ രാത്രി ആവാറായ സമയത്ത് വനത്തിൽ കൂടി പോകുന്നത് അപകടമാണ്. അങ്ങക്ക് അടുത്തൊരു ഗ്രാമത്തിലേക്ക് ഇനി എത്താൻ പറ്റില്ല. ഒരുപാട് ക്രൂരമൃഗങ്ങളുള്ള ഒരിടമാണ്. അതുകൊണ്ട് ഇനി എന്താണ് അങ്ങ് ചെയ്യാൻ? അപ്പൊ ആ ഭിക്ഷു ചോദിച്ചു, എനിക്ക് എവിടെയെങ്കിലും ഇന്ന് താമസിക്കാനായിട്ട് ഒരു സൗകര്യം കിട്ടുമോ, ഒരു ഇടം കിട്ടുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വനത്തിന്റെ ഉള്ളില് താമസിക്കാനൊരിടം ഉണ്ട് എന്ന് തോന്നുന്നില്ല, കിട്ടാൻ പ്രയാസമാണ്. ഇനി എന്താ ചെയ്യുക? ആകെ വിഷമായി അദ്ദേഹത്തിന്. അപ്പോഴാണ് ഈ വേടൻ പറഞ്ഞു, വിഷമിക്കേണ്ട, സാരമില്ല എന്ന് പറഞ്ഞ് അയാളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അയാളുടെ ചെറിയൊരു കുടില് എന്നാണ്, വനത്തിന്റെ ഉള്ളിലാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അതും വനത്തിൽ സാധാരണ എവിടെയെങ്കിലും ഒരു കുടില് കെട്ടിയാലും മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവും. അതുകൊണ്ട് മൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ മരത്തിന്റെയൊക്കെ മുകളിൽ ഒന്നോ രണ്ടോ പേർക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം ഏറുമാടങ്ങൾ പോലെ അങ്ങനെയുള്ളൊരു കുടിലാണ്. അപ്പൊ ഈ വേടൻ തന്റെ കൂടെ ഈ ഭിക്ഷുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. രാത്രിയായി. തന്റെ പത്നിയോട് പറഞ്ഞു, അദ്ദേഹം ഒരു വഴിയാത്രികനാണ്, ഒരു യോഗി, ഒരു സന്യാസിയാണ്, ഇന്നിവിടെ താമസിപ്പിക്കണം. എന്താണോ ഭക്ഷണം ഉള്ളത് അത് അദ്ദേഹത്തിനും കൊടുക്കണം. സന്തോഷമായിട്ട് ആ വേടന്റെ പത്നി ഉണ്ടാക്കി വെച്ചിരുന്നതിന്റെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ ഇത് അദ്ദേഹത്തിന് കിടന്നുറങ്ങണമെങ്കിൽ എവിടെയാണ്? ഈ കുടിലിന്റെ ഉള്ളില് കഷ്ടിച്ച് 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഭർത്താവിനോട്, ഒരു കാര്യം ചെയ്യൂ, ഈ അതിഥിയെ, ഈ യോഗിയെ, ഈ സാധുവിനെ കൊണ്ട് നിങ്ങൾ അവിടെ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ കാവൽ നിൽക്കാം ഇവിടെ ചുവട്ടിൽ. അപ്പൊ ഭർത്താവ് പറഞ്ഞു, അത് പാടില്ല. ഒരു ഭർത്താവിന്റെ ധർമ്മം തന്റെ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഭാര്യയെ സംരക്ഷിക്കണം എന്നത് ഭർത്താവിന്റെ കടമയാണ്. അതുകൊണ്ട് നീയെ ആ കുടിലിൽ ഉറങ്ങിക്കോളൂ, ആ ഭിക്ഷുവും അവിടെ ഉറങ്ങട്ടെ, ഞാൻ കാവൽ നിൽക്കാം. ഒടുവിൽ അങ്ങനെ സമ്മതിച്ചു. ആ ഭിക്ഷുവും ഈ വേടപത്നിയും ആ കുടിലിൽ കിടന്നുറങ്ങണു. ഈ മരത്തിന്റെ ചുവട്ടില് മൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ് അദ്ദേഹം, ഈ വേടൻ. രാത്രിയിൽ വലിയ കോലാഹലങ്ങൾ കേൾക്കാം, ഈ ക്രൂരമൃഗങ്ങളുടെ ശബ്ദം. പ്രഭാതമായി ഉണർന്ന് താഴെ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കാവൽ നിൽക്കുന്ന വേടന്റെ
ശരീരഭാഗങ്ങൾ മാത്രം അവിടെ കിടക്കുന്നുണ്ട്. ഏതോ മൃഗങ്ങൾ വന്ന് കടിച്ചു കൊന്ന് ഭക്ഷിച്ചിട്ട് അവശേഷിക്കുന്ന ചില അസ്ഥി കഷ്ണങ്ങളും കയ്യിൻ്റെയും കാലിൻ്റെയും ഭാഗങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ വേടപത്നിക്ക് വലിയ സങ്കടമായി, സങ്കടത്തോടു കൂടി തന്നെ. ഈ കാഴ്ച കാണുന്ന ഭിക്ഷുവിനും സങ്കടമായി. തന്നെ സഹായിച്ചത് കൊണ്ടാണല്ലോ ഈ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവരുടെ മുന്നിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഈ ഋഷിയെ, ഈ സാധുവിനെ കണ്ടപ്പോൾ ആ പത്നി പറഞ്ഞു, മഹാത്മാവെ, അങ്ങ് സങ്കടപ്പെടേണ്ട, എൻ്റെ ഭർത്താവിന് സദ്ഗതി കിട്ടി, ഞാനും അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. അങ്ങേപോലെ ഒരു അതിഥിയെ പൂജിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞ് വേഗം ഈ വേടപത്നി ഒരു ചിതയൊക്കെ ഒരുക്കി ഭർത്താവിന്റെ ശരീരഭാഗങ്ങളെ എടുത്ത് ചിതയിൽ വെച്ചു. ഈ സ്ത്രീയും അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ഭിക്ഷുവിന്റെ സ്ഥാനത്ത് ഭഗവാൻ ദർശനം കൊടുത്തു. ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇരുവരും അടുത്ത ജന്മത്തിൽ നളൻ എന്ന നിഷധ രാജ്യത്തെ രാജകുമാരനായിട്ടും അതുപോലെ നീ ദമയന്തി എന്ന രാജകുമാരിയായിട്ടും വന്ന് ജനിക്കും. നിങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കാൻ ഞാൻ ഒരു അരയന്നമായിട്ട് വരും. അതുപോലെ ആ നളനും ദമയന്തിയും പൂർവജന്മത്തിൽ ഒരു വേടനും വേടപത്നിയുമായിരുന്നു. ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് നളൻ ദമയന്തിമാരായിട്ട് വന്ന് ജനിക്കുന്നത്. അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഒരു ഹംസമാണ്, ഒരു അരയന്നമാണ്. ഈ കഥകളിയിലുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരെ കൂട്ടിയിണക്കുന്നത്, ദൂതനായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു അരയന്നമാണ്. അപ്പൊ അവിടെ നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ കഥകളിയൊക്കെ വഴിപാടൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നളചരിതം, കിരാതം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നളചരിതം. എന്തുകൊണ്ടാണ്? ഈ ഒരു കാരണമാണ്. നളദമയന്തിമാരെ കൂട്ടിച്ചേർക്കുന്ന ആ ദൂതൻ ശിവാംശമായിട്ട് തന്നെ ഭഗവാൻ തന്നെയാണ് അവിടെ ഒരു ഹംസം, അരയന്നമായിട്ട് വരുന്നത്. ആ ഒരു അവതാര കഥയും കൂടിയിട്ട് അവിടെ പറഞ്ഞു. അതിനുശേഷം വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ കിരാത അവതാരത്തെ കുറിച്ചിട്ടാണ്, കിരാതം എന്ന കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയത്. ഈ ശതരുദ്ര സംഹിതയിലെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഈ കിരാതം. പാണ്ഡവരുടെ കഥയാണ് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത്. പാണ്ഡവർക്ക് ചൂതുകളിയിൽ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം പണയം വെച്ച്, ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് വനവാസത്തിനായിട്ട് പോവേണ്ടി വന്നു. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള വ്യവസ്ഥയാണ്, ചൂതുകളിയിൽ പരാജയപ്പെട്ടാൽ വനവാസവും അജ്ഞാതവാസവും. അങ്ങനെ വനവാസത്തിന് പുറപ്പെട്ട പാണ്ഡവർ വളരെയധികം ക്ലേശിക്കുന്നു എന്നാണ്. വസിക്കാനൊരിടമില്ല, ഈ വനത്തിന്റെ ഉള്ളിൽ കഴിക്കാൻ ഭക്ഷണം എവിടെയാ, അതുമില്ല. അപ്പോഴാണ് സൂര്യൻ തന്നെ നൽകിയ ഒരു അക്ഷയപാത്രം, പിന്നീട് അതുകൊണ്ടാണ് അവര് വിശപ്പടക്കുന്നത് എന്നാണ്. എന്തും അതിൽ ലഭിക്കും, നിത്യേന അവർക്ക് ആവശ്യമുള്ള അന്നം അതിൽ നിന്ന് കിട്ടുന്നു. എന്നാലും ഈ ദുര്യോധനൻ അപ്പോഴും വനവാസം അനുഭവിക്കുന്ന പാണ്ഡവരെയും വെറുതെ വിടില്ല, ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരിക്കൽ വേദവ്യാസ മഹർഷി അവിടെ എത്തി പാണ്ഡവരുടെ സമീപത്ത്. എന്നിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇതൊക്കെ രാജ്യമൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ, നേടണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അതിന് ദിവ്യമായ ആയുധങ്ങൾ നേടേണ്ടി വരും. അർജുനൻ തപസ് ചെയ്യണം. അങ്ങനെ വേദവ്യാസ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് അർജുനൻ ശിവഭജനം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അർജുനന്റെ ഉപാസനാമൂർത്തിയാണ് ശ്രീപരമേശ്വരൻ എന്നാണ്. അങ്ങനെ തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. തന്റെ ജ്യേഷ്ഠന്റെയും സഹോദരന്മാരുടെയും അമ്മ കുന്തിദേവിയുടെ ഒക്കെ ആശീർവാദം നേടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. അവിടെ എത്തി
ആ ഗംഗാനദിയുടെ തീരത്ത് ഇതോ ഗച്ഛാധുനാപാർത്ഥ ഇന്ദ്രകീലേ സുശോഭനെ ജാഹ്നവ്യാശ സമീപേ വൈ സ്ഥിത്വാ സമ്യക് തപഃകുരു. ഗംഗാതീരത്ത് ഒരു വിജനമായൊരിടം, ശാന്തമായൊരിടത്ത് തപസ് ആരംഭിക്കുകയാണ് അർജുനൻ. മണ്ണുകൊണ്ടൊരു ശിവലിംഗമൊക്കെ നിർമ്മിച്ചു, അതിനെ ആരാധിച്ചുകൊണ്ട് ആ തപസ് തുടർന്നു. അർജുനന്റെ തപസ് തുടരവേ അർജുനനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ഒപ്പം തന്നെ പരീക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ശ്രീപരമേശ്വരൻ പാർവതീ ദേവിയോടും ഭൂതഗണങ്ങളോടും കൂടിയിട്ട് പുറപ്പെട്ടു എന്നാണ്. മഹാദേവൻ വേഷപ്രച്ഛന്നനായിട്ട് ഒരു കിരാത രൂപത്തിലാണ് പുറപ്പെട്ടത്, ഒരു കാട്ടാളന്റെ വേഷത്തിലാണ് പുറപ്പെട്ടത്. ആ കാട്ടാള പത്നിയായിട്ടാണ് പാർവതീ ദേവി, അവരുടെ അനുയായികളായിട്ടാണ് ശിവഗണങ്ങൾ. ഭഗവാൻ ഒന്ന് ഉദ്ദേശിച്ചു, അർജുനന് വരം കൊടുക്കുന്നതിന് മുൻപ് അർജുനന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയണം. അതിനുള്ള ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഈ വനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അർജുനൻ തപസ് ചെയ്യുന്ന വനത്തിലേക്ക് വരികയാണ്. അപ്പൊ അതേസമയം അർജുനനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനന്റെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാണ് ഒരു അസുരൻ, മൂകൻ എന്ന അസുരൻ, മുഖാസുരൻ, അർജുനനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ നിന്നാണ്, ഒരു സൂകര രൂപത്തിൽ കാടിളക്കിക്കൊണ്ട് അർജുനന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ഈ ഭഗവാൻ കിരാതനും ഗണങ്ങളും അർജുനന്റെ സമീപത്ത് വരുന്ന അതേ സമയം തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. അർജുനന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഈ മൃഗം, അപ്പൊ വലിയ ശബ്ദം കേട്ട്, മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് അർജുനൻ തപസ്സിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോഴാണ് തന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഈ മൃഗത്തിനെ കണ്ടത്. യസ്മിൻ ദൃഷ്ടേ പ്രസീദത്വം മനസ്സഹി ഹിതകൃൽധ്രുവം യസ്മിൻ ദൃഷ്ടേ തദേവ സ്യാദാകുലം ശത്രുരേവ ച. ദൂരെ നിന്ന് തന്നെ അർജുനന് തന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് ഒരു സാധാരണ മൃഗമല്ല, അതൊരു അസുരനാണ്, ശത്രുവാണ്, തന്നെ കൊല്ലാൻ വേണ്ടി വരുന്നതാണ്, അതൊക്കെ ബോധ്യമായി. അതിനൊരു നിയമമുണ്ട് എന്നാണ്. ആചാര കുലമാഖ്യാതി വപുരാഖ്യാതി ഭോജനം വചനം ശ്രുതമാഖ്യാതി സ്നേഹമാഖ്യാതി ലോചനം. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ നേരെ വരുന്ന ഒരാളെ തിരിച്ചറിയുവാൻ ചില ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ശരീരം കൊണ്ട് അയാളുടെ ഭക്ഷണശീലം മനസ്സിലാക്കാം. ഒരാളെ കണ്ടാൽ നമുക്കൊരു പരിചയമില്ലെങ്കിൽ കൂടി അയാളുടെ ആഹാരശീലം മനസ്സിലാക്കാൻ ശരീരഘടന നോക്കിയാൽ മതി. കണ്ണുകളിൽ നോക്കിയാൽ അയാളുടെ മനസ്സെന്താണെന്ന് അറിയാവുന്നതാണ്. ക്രോധമാണോ, നമ്മളോടുള്ള വിരോധമാണോ, അതോ സ്നേഹമാണോ, അതോ മറ്റെന്തെങ്കിലും വിചാരമാണോ, ഇത് തിരിച്ചറിയാൻ കണ്ണുകളിൽ നോക്കിയാൽ മതി. ഉജ്ജ്വലം സരസം ചെയ്വ വക്രം ആരക്തകം തഥാ. കണ്ണിന്റെ 4 അവസ്ഥകൾ പറയാണ്. ഉജ്ജ്വലമാവുക, സരസമാവുക, വക്രമാവുക, അതുപോലെ തന്നെ ചുവപ്പ് രാശി പടരുക, ആരക്തമാവുക. ഇങ്ങനെയൊക്കെ നമുക്ക് വ്യത്യാസം തിരിച്ചറിയാം. ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അർജുനന് മനസ്സിലായി ഇത് വരണത് ശത്രുവാണ്, അസുരനാണ്, സംശയമൊന്നുമില്ല. കയ്യില് ഗാണ്ഡീവമുണ്ട്, മൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നേരിടാനായിട്ടാണ്. വേഗം ആ വില്ലെടുത്തു, ഞാണുകെട്ടി, അസ്ത്രം തൊടുത്തു, നിമിഷ നേരം കൊണ്ട് അസ്ത്രം അയച്ചു. പക്ഷെ ഇതേ സമയം അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിരാതമൂർത്തിയും മറുഭാഗത്തുനിന്ന് അസ്ത്രം അയച്ചായിരുന്നു. അത് അർജുനൻ കാണണില്ല. അർജുനൻ മുൻഭാഗത്തുനിന്ന് ഈ മൃഗത്തിന്റെ നേരെ അസ്ത്രം അയക്കുന്നു, മറുഭാഗത്തു നിന്നും ഭഗവാനും അസ്ത്രം അയച്ചു. 2 അസ്ത്രവും ഈ മൃഗത്തിന്റെ ശരീരത്തിൽ ചെന്നുകൊണ്ടു, അതവിടെ വീഴുകയും ചെയ്തു. തന്റെ അസ്ത്രം തിരിച്ചെടുക്കാൻ വേണ്ടി അർജുനൻ ചെന്ന് നോക്കുമ്പോഴുണ്ട് ഈ കിരാതന്റെ സഹായികൾ, ശിവഗണങ്ങളാണ് അവിടെ കിരാതന്റെ സഹായികളായിട്ട്. അവര് ഈ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും അസ്ത്രം വലിച്ചൂരിയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ അയച്ച അസ്ത്രമാണ്. അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഞങ്ങളുടെ രാജാവ് അയച്ചതാണ്. തർക്കമായി. അപ്പോഴേക്കും കിരാതിയും വന്നു. കുറച്ചു കഴിഞ്ഞു ആ തർക്കം യുദ്ധത്തിൽ കലാശിക്കുകയാണ്. അങ്ങനെ അർജുനനും കിരാതമൂർത്തിയും തമ്മിൽ, അർജുനന് മനസ്സിലാവണമെന്നില്ല, ഒരു കാട്ടാളൻ തന്നോട് യുദ്ധത്തിനായിട്ട് വരണു എന്ന രീതിയിൽ തന്നെയാണ് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ യുദ്ധം നീണ്ടുനിന്നാൽ അത് അർജുനന് ആപത്തായാലോ എന്ന് കരുതി പാർവതി ദേവിക്ക് വിഷമം തോന്നി. കാരണം ഭഗവാൻ അറിയാം ഇത് ഭക്തനാണ്, പക്ഷെ അർജുനനത് അറിയില്ല. തന്റെ മുൻപിൽ നിൽക്കുന്നത് താൻ പൂജിക്കുന്ന, താൻ ആരെയാണോ തപസ് ചെയ്യുന്നത് ആ മഹാദേവനാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ ശരിക്കും ആയുധം നല്ലവണ്ണം പ്രയോഗിക്കും. ഭഗവാൻ അങ്ങനെ ആയിരിക്കില്ലല്ലോ, തന്റെ ഭക്തന് വിഷമമാവരുത് എന്ന് കരുതി കുറച്ചൊരു മയത്തിലായിരിക്കും ആയുധമൊക്കെ പ്രയോഗിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു എന്നാണ്, നിന്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവൻ തീരട്ടെ, ശൂന്യമാവട്ടെ ആവനാഴി. അപ്പോഴേക്കും അർജുനൻ നോക്കി, ഇതുവരെ ധാരാളം അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അസ്ത്രങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല യോദ്ധാവാണ് അർജുനൻ. അടുത്ത നിമിഷം അടുത്ത തീരുമാനമെടുക്കാൻ പറ്റും. നല്ല യോദ്ധാവിന്റെ കഴിവതാണ്. യുദ്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം അടുത്ത നിമിഷം, ഒരുപാട് ആലോചിക്കാനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റണം പലപ്പോഴും. ഇവിടെ അർജുനന് അത് കഴിയും. ആയുധങ്ങളില്ല, ആകെയുള്ളത് ഈ ഗാണ്ഡീവം മാത്രമാണ്. എങ്ങനെയാ പ്രയോഗിക്കുക? ഒട്ടും താമസിച്ചില്ല, അതിന്റെ കെട്ടങ്ങട്ട് അഴിച്ചു. ഞാൻ കെട്ടിയിട്ടാണ്, ഞാനങ്ങട്ട് അഴിച്ചു, അതിനെ ദണ്ട് പോലെയാക്കി. അതുകൊണ്ട് യുദ്ധം. ഇങ്ങനെ യുദ്ധം ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആയുധങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു. ഈ കിരാതമൂർത്തി അർജുനനെ എടുത്ത് പിടിച്ചങ്ങട് ഉയർത്തി എന്നാണ്. എടുത്തുയർത്തിയിട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഉയർത്തി എറിയും. ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന അർജുനൻ താഴെ വന്ന് വീഴും. അത്രയും മുകളിൽ നിന്ന് താഴെ വീണാൽ സ്വാഭാവികമായിട്ടും ഒന്ന് തളർന്നു പോകും. വീണ്ടും യുദ്ധം ചെയ്യും. ഇതിങ്ങനെ ആവർത്തിച്ചു എന്നാണ്. ഉഡ്ഡീയ വീണ്ടും അർജുനനെ എടുത്ത് ഉയർത്തുകയും താഴേക്കിടുകയും ചെയ്യുന്ന സമയത്ത് അർജുനൻ ആകെ തളർന്നുപോയി. ഉഡ്ഡീയതൗ യുദ്ധം ചക്രം ദേവപാർത്ഥിവൗ ദേവാശവിസ്മയം പ്രാപുരണം ദൃഷ്ട്വാ തദത്ഭുതം. ആകാശത്തിൽ ദേവന്മാരൊക്കെ അത്ഭുതത്തോടുകൂടി ഈ യുദ്ധം നോക്കി നിൽക്കുന്നു. താഴെ വന്ന് വീഴുന്ന അർജുനൻ ശരീരം തളർന്നു, എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ചിന്തിക്കുകയാണ് പലതും. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾ പാണ്ഡവർ ഈ വനവാസത്തിനൊക്കെ ആയിട്ട് പോന്നു. ഇനി യുദ്ധമുണ്ടായാൽ യുദ്ധത്തിൽ പാണ്ഡവരെ, ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാനും കൗരവരോട് യുദ്ധം ചെയ്താൽ അവരെ പരാജയപ്പെടുത്താനും വേണ്ടി ദിവ്യമായ ആയുധങ്ങളെ നേടാനാണ് ഞാൻ തപസ്സിന് പോകുന്നത്. പക്ഷെ എന്റെ ലക്ഷ്യം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഈ കാട്ടാളന്റെ കൈകൊണ്ട് ഞാനിവിടെ മരിക്കാൻ പോവുകയാണ്. എന്റെ സഹോദരന്മാരോ എന്റെ അമ്മയോ ഒന്നും ഈ വിവരം അറിയുന്നില്ലല്ലോ. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടാണ് താൻ ഇതുവരെ ആരാധന ചെയ്ത ഭഗവാനെ വ്യാസോപദിഷ്ടം ധ്യാനായ തസ്യ സർവസിദ്ധിതം യഥോക്തം വേദശാസ്ത്രേഷു പുരാണേ പുരുഷോത്തമം. ആ ഭഗവാനെ ഒരിക്കൽ കൂടി തന്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടാണ് അർജുനൻ വളരെ ആയാസപ്പെട്ട് അവിടുന്ന് ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. ഒന്ന് മുഖമുയർത്തി അങ്ങനെ നോക്കുമ്പോഴാണ് തദ്ദൃഷ്ട്വാ സുന്ദരം രൂപം ധ്യാനപ്രാപ്തം ശിവസ്യതു. ഇതുവരെ തന്റെ മുൻപിൽ ഉണ്ടായിരുന്ന കിരാതന്റെ സ്ഥാനത്ത് ആ സുന്ദരമായിട്ടുള്ള രൂപം, സുന്ദരേശ്വരനായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ്. അഹോ ശിവശിവസ്വയം യോമേ പ്രഭുതയാവൃത ത്രിലോകേശ സ്വയം സാക്ഷാത്കൃതം കിം മയാധുന. ഇതുവരെ ഞാൻ യുദ്ധം ചെയ്തത് ആ
ഭഗവാനോടാണോ, ഞാൻ ആരാധിച്ചിരുന്നതായിട്ടുള്ള മഹാദേവനോടാണോ എന്ന് അർജുനന് സംശയമായി. അപ്പൊ ക്ഷമായാചനം ചെയ്യുകയാണ്, എന്നിട്ട് സ്തുതിക്കുകയാണ്. നമോ നമസ്തേ ദേവദേവായ നമ കൈലാസവാസിനേ സദാശിവ നമസ്തുഭ്യം പഞ്ചവക്ത്രായ തേ നമ. നമ കിരാതരൂപായ മധുവിഗ്രഹകാരിണേ യുദ്ധപ്രിയായ വീരാണാം നാനാ വീരാനുകാരിണേ. അവിടുന്ന് കിരാതമൂർത്തിയായിട്ട് എനിക്ക് ആദ്യം ദർശനം തന്നു. കിരാത സങ്കല്പത്തിന്റെ പ്രത്യേകത ആശുതോഷനാണ് എന്നാണ്. വളരെ വേഗത്തിൽ ഭഗവാനെ തന്നെ, ശ്രീ പരമേശ്വരനെ തന്നെ അങ്ങനെയാണ് പറയുക, ആശുതോഷൻ, പെട്ടെന്ന് സന്തോഷിക്കുന്ന എന്ന് കരുതി എപ്പോഴും അവിടെ ചെന്ന് എന്നും പറയാമെന്ന് വിചാരിക്കരുത്. മറുവശമുണ്ട്, പെട്ടെന്ന് സന്തോഷിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ദേഷ്യവും വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. പെട്ടെന്ന് സന്തോഷിക്കുന്ന ആ ശൈവ അവതാരങ്ങളിൽ വളരെയധികം നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്ന ഒരു ദേവതാഭാവമാണ് കിരാതരൂപം എന്നാണ്. കിരാതരൂപായ നമഃ ശിവായ. കയ്യിലൊരു ഒരു വാളുണ്ടാവും, പരിചയം ഉണ്ടാവും, വില്ലും അമ്പും ഒക്കെ ധരിച്ച് കിരാതഭാവത്തിൽ നിന്നാണ് പാർവതീ ദേവിയോടുകൂടി കിരാതഭാവത്തിൽ അനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആ ഭഗവാൻ ഇവിടെ അർജുനന് അനുഗ്രഹം നൽകി, വരങ്ങളെ കൊടുത്തു. ആ പാശുപതം എന്ന അസ്ത്രം അവിടെ വെച്ചിട്ടാണ് ദാനം ചെയ്യേണ്ടത്. ആ മന്ത്രം, അതിന്റെ പാശുപത മന്ത്രത്തെ ഉപദേശിച്ചു, പാശുപത അസ്ത്രത്തെ പ്രദാനം ചെയ്തു. യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും, അർജുനനെ പരാജയപ്പെടുത്താൻ ആർക്കും ആവില്ല. അങ്ങനെ പല വരങ്ങളും നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് അവിടെ കിരാതമൂർത്തി അന്തർധാനം ചെയ്തത്. ആ ശിവഗണങ്ങളോടുകൂടി, ദേവിയോടുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ സംഹിത, ശിവപുരാണത്തിലെ മൂന്നാമത്തെ സംഹിതയായിട്ടുള്ള ശതരുദ്ര സംഹിതയെ നമ്മളിവിടെ സമർപ്പിക്കുന്നത്. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.